നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ജോസ്. അപ്പം നമ്മളെ ഇൻട്രോയിൽ കണ്ടപോലെ യെല്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കിന്റെ കാഴ്ചകളിലേക്കാണ് പോവുക. അപ്പം നമ്മൾ വാൻകൂവറിൽ നിന്ന് ഡ്രൈവ് ചെയ്താണ് ഇന്നത്തെ യാത്ര തുടങ്ങുക. സമയം ഇതാ അങ്ങനെ 4:14 ഇവിടെ രാവിലെയാണ്. നല്ല ചെറിയ ചാറ്റമഴയൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനും രഞ്ജിനിയുമായിട്ട് ഇതാ ഇവിടുന്ന് യാത്ര ഇങ്ങനെ തുടങ്ങുക. നമ്മുടെ വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. യെല്ലോ സ്റ്റോൺ യാത്ര ഇതാ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. രാവിലെ അങ്ങനെ പരപര മഴയൊക്കെ വീണോണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരം വെളുത്ത് വരുന്നു. അപ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പം കാണാൻ പറ്റും. നല്ല ഇരുട്ടാണ് ഇപ്പം. അപ്പോൾ ഇതാ സമയം 4:15 ആകുമ്പോഴാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. നമ്മുടെ ടോട്ടൽ ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ച് പറഞ്ഞാൽ ഇതാ ഇപ്പം കാണിക്കുന്നത് 13 hours ആണ്. നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് ഏകദേശം 1385 കിലോമീറ്റർ. അതൊരു 1400 നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്രയാണ് നമ്മൾ ട്രാവൽ ചെയ്യുക. നമ്മളിപ്പം വാൻകൂവർ കാനഡയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് US ബോർഡർ കട്ട് ചെയ്ത് സിയാറ്റിൽ, അതേപോലെ തന്നെ വാഷിങ്ടൺ കഴിഞ്ഞ് പിന്നെ അടുത്ത് വരുന്ന ഒറിഗോൺ, അങ്ങനെ ഓരോരോ പ്രൊവിൻസ് കടന്ന് നമ്മളങ്ങനെ ഇപ്പോൾ യാത്രയിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ മാത്രമല്ല, നമ്മുടെ 2 കൂട്ടുകാരുണ്ട്. അവരെയും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇതാ പിക്ക് ചെയ്ത് നമ്മുടെ യാത്രയും സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ 2 ഫ്രണ്ട്സ് പറഞ്ഞല്ലേ, ഇവർ 2 പേരാണ്. ഇത് ചാക്കോച്ചൻ, ബാക്കായിട്ട് സിമിലി, അവിടെ രഞ്ജിനിയുണ്ട്. അപ്പം നമ്മൾ 4 പേരുടെ കൂടിയാണ് ഇന്നത്തെ യാത്ര തുടങ്ങുക. നമ്മളിതാ അങ്ങനെ US ബോർഡറിലോട്ട് കയറുകയാണ്. ഇപ്പൊ എത്തിയിരിക്കുന്ന പീസ് ആർച്ച് ആണ്. സമയം ഇതാ 5 മണിയായിട്ടുണ്ട്. അപ്പം നമ്മളിതാ അങ്ങനെ ചെറിയ ഒരു മഴയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. US ബോർഡറിലോട്ട് കയറുന്നു. നമുക്കിനിയിപ്പം 1000 കിലോമീറ്റർ നേരെ അങ്ങ് ഡ്രൈവ് ചെയ്യാണ്. സിയാറ്റിൽ നമ്മൾ സിറ്റി കയറിയില്ല. അതിന് മുമ്പ് നമ്മൾ തിരിച്ചു 5 തിരിഞ്ഞ് ഇപ്പോൾ ഇതാ നമ്മൾ 90 എന്ന് പറയുന്ന ഹൈവേ കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്പോക്കൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹൈവേ കാണിക്കുന്നത്. ഇതാണ് വാൻകൂവറിൽ നിന്ന് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലേക്കുള്ള ഗൂഗിൾ മാപ്പ്. നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ പല റൂട്ടിലൂടെ പോകാൻ പറ്റും. ഒരു ആവറേജ് ടൈം പറയുവാണെങ്കിൽ ഒരു 15 hours കൊണ്ട് നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിൽ കൂടെ പോയാൽ അവിടെ എത്താൻ പറ്റും. ഇതിനിടയ്ക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വാൻകൂവറിൽ നിന്ന് ഏകദേശം ഒരു 1 hourന്റെ വ്യത്യാസം അവിടെ മുൻപോട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ വാൻകൂവറിൽ നമ്മൾ നേരെ വരിക, ബോർഡർ കടന്നു കഴിഞ്ഞാൽ സിയാറ്റിൽ, വാഷിങ്ടൺ സ്റ്റേറ്റിലാണ് അത് വരിക. അത് കഴിഞ്ഞ് സ്പോക്കീന്, പിന്നെ നമ്മൾ ഐഡാഹോ, മൊണ്ടാന, വ്യോമിംഗ്, ഇങ്ങനെയൊക്കെ ഈ കാണുന്ന സ്റ്റേറ്റുകൾ കൂടാണ് ഇത് പോവുക. അപ്പം യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന മേജർ ഒരു ഏരിയയും ഉള്ളത് വ്യോമിംഗ് സ്റ്റേറ്റിലാണ്. മൊണ്ടാനയിലും ഐഡാഹോയിലും അതിന് ചെറിയൊരു ഭാഗം മാത്രമാണ് വരിക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ യാത്രയുടെ മാപ്പ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും നമ്മൾ എവിടേക്കാണ്, എത്ര ദൂരമാണ് പോവുക എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇതാ നല്ല ചമ്മന്തി, ഇഡ്ഡലിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല സൺലൈറ്റ് ഒക്കെ ആസ്വദിച്ച് ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചു. ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, രാവിലെ അല്ലേ. അപ്പോൾ ഈ വന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ റെസ്റ്റ് റൂമൊക്കെ നോക്കി. അപ്പോൾ ഇവിടെയാണ് നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലം. ഇപ്പോൾ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പൊക്കെ ഉണ്ട്. അങ്ങോട്ട് എടുത്ത്
ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായി. നമ്മളിപ്പോൾ ഐഡാഹോ സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള സൺഷൈൻ വാലി എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. ഇതൊരു മൈനിങ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു പാർക്കുണ്ട്. അവിടെ ഇരുന്നാണ് നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. യുഎസിൻ്റെ ഫ്ലാഗ് എല്ലായിടത്തും കാണാം. ഇതാണ് സൺഷൈൻ മൈനിങ് കമ്പനിയെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ്. അതായത് പഴയകാലത്തെ മൈനിങ് ഫാമിലി, അതായത് കുട്ടികളും അപ്പനും അമ്മയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ മൈനിങ് മെഷീൻസൊക്കെ വെച്ചിട്ട് നിൽക്കുന്നത് ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ പാർക്കിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാം. ഇവിടെ നമുക്ക് ഈ അവർ മൈനിങ് ചെയ്തെടുത്തിരുന്ന കല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം നല്ല വിശപ്പുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കണം. അതാണ് നമ്മുടെ പരിപാടി. ഇവിടെ ആയിട്ട് നമുക്ക് ഐഡാഹോ, അതായത് വലാൻസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ 1884 എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഒരു ബുക്ക്ലെറ്റൊക്കെ തരുന്നുണ്ട്. ഇത് വാഷ്റൂം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയുണ്ട്. നല്ലൊരു സ്പേസ് ആയിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വലിയ തിരക്കൊന്നുമില്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഹൈവേയിലേക്ക് തിരിച്ച് കയറാൻ പറ്റും, ഇറങ്ങുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കഴിക്കുന്നത് ചിക്കനും മോരുകറി അതേപോലെ തന്നെ ചീരത്തോരനൊക്കെ ആയിട്ടാണ് ചോറ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമ്മളിപ്പം യോമിങ് സ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ക്രോസ് വിൻഡ് ഇൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ കാഴ്ച അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് നമ്മളിതാ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലേക്ക് കയറുകയാണ്. ഈ വീഡിയോയിൽ കുറച്ച് ലെങ്ത് കൂടുന്നതുകൊണ്ട് നമ്മൾ നേരെ പാർക്കിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവിടെ വിസിറ്റർ ഇൻഫർമേഷൻ സെൻറ്റർ കടന്ന് നമ്മൾ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഇവിടുത്തെ മെയിൻ എൻട്രൻസിൽ നമുക്ക് 2 തരത്തിലുള്ള ക്യൂ ഉണ്ട്. ഒന്ന് നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്ന ടിക്കറ്റ്, അതേപോലെ തന്നെ ആനുവൽ പാസ് എടുത്തിട്ടുള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ് ഈ ക്യൂവിലൂടെ കയറി പോകാൻ പറ്റും. അപ്പോൾ അല്ലാത്തവർക്ക് നമ്മളിതാ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറണം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈനാണ് പുതിയതായിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. റൈറ്റ് സൈഡിൽ നേരത്തെ ടിക്കറ്റ് ഉള്ള ആനുവൽ പാസ് ഉള്ളവരും ഓൺലൈൻകാരൊക്കെയാണ് ഈ സൈഡിലായിട്ട് പോകുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഫീസ്. പ്രൈവറ്റ് വെഹിക്കിളിന് $35 ആണ്, മോട്ടോർ സൈക്കിൾ 30 പെർ പേഴ്സൺ. അത് വാക്കിൻ ആണെങ്കിലും ബൈസൈക്കിളാണ് $20. പിന്നെ ആനുവൽ പാസ് എടുക്കുവാണെങ്കിൽ നമുക്ക് $70 വരും. ആ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് എടുക്കുന്നത് $35. അപ്പോൾ അതിനകത്ത് എത്ര ആൾക്കാർ ഉണ്ടെങ്കിലും ഒരു വെഹിക്കിളിനാണ്, ഒരു പ്രൈവറ്റ് വെഹിക്കിളിന് ചാർജ് ചെയ്യുന്നതാണ് $35. അത് കമ്പാരിറ്റീവ്ലി മറ്റുള്ള പാർക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. ഇത് നമുക്ക് 7 days വരെ യൂസ് ചെയ്യും. ഇതാണ് അതിൻ്റെ പാസ്. ഈ പറഞ്ഞ $US ആണ്. നമ്മളങ്ങനെ ഇത് ആ പാർക്കിനകത്തോട്ട് കയറി ഇനിയിപ്പോൾ ഒരു ഗ്രീനറിയും വൈൽഡ് ലൈഫൊക്കെ കാണാനും അതേപോലെ തന്നെ നമ്മളുടെ കൊതിച്ചിരിക്കുന്ന വോൾക്കാനകളുടെ കാഴ്ച അല്ലേ, ജിയോ തെർമൽ ആക്ടിവിറ്റീസ്, അത് കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഈ പാർക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാണ്. ലോകത്തുള്ള വോൾക്കാനകളിൽ 50% വോൾക്കാനയും ഈ ഒരു യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിനകത്താണ് ഉള്ളത്. അതായത് നമ്മൾ ഈ പോകുന്നത് ശരിക്കും ഒരു വോൾക്കാന വേൾഡിൻ്റെ പുറത്തുകൂടാണ് നമ്മൾ ഈ ഡ്രൈവ് ചെയ്തതെന്ന് പറയാം. എവിടെ നോക്കിയാലും പുക പൊങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പല തരത്തിലുള്ള വോൾക്കാനകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ വന്ന വഴിയിലൊന്ന് നിർത്തിയാണ്. ഈ മാഡിസൺ റിവർ എന്ന് പറഞ്ഞ റിവർ ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിനകത്തോട് ഒഴുകുന്നതാണ്. അപ്പോൾ അതിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ ആ ഒരു മനോഹരമായൊരു വാലിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ സൈഡിൽ കൂടി തന്നെ ആ റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Stop as we shout from the top. We're gonna be
നമ്മളിതാ വീണ്ടും മാഡിസൺ റിവറിൻ്റെ തീരത്തോട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൻ്റെ പാക്കേജ് എടുത്ത് വരുന്നവരെ കൊണ്ടുവരുന്ന ടൂർ വണ്ടിയാണിത്. അപ്പോൾ ഇത് ഇവിടെ എന്തോ ഒരു ജീവിയെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇതാ ഇങ്ങനെ ഇറങ്ങി ഇവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു വാലിയാണ്, മൗണ്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസകരമായ കാഴ്ചയുണ്ട്. ഇതാ ഒരു ചുരിദാറിട്ടൊരു ചേച്ചിയെ നമ്മൾ കണ്ടു. ഇന്ത്യക്കാരും ഇവിടെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഗുജറാത്ത് ആൾക്കാരെയൊക്കെ നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മൾ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. 23 ഡിഗ്രി ഉണ്ട് ടെമ്പറേച്ചർ. അപ്പോൾ അത് കാരണം നല്ല വാമായിട്ടുള്ളൊരു വെതറാണ്. ബാക്ക് സൈഡിലായിട്ട് ഒരു എഞ്ചിനുണ്ട്. ഇവിടെ സിമിലിയുണ്ട്. ചാക്കോച്ചനാണ്. ഗുഡ് മോർണിംഗ്. ചാക്കോച്ചനാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വഴി തെറ്റി വന്നതാണ് ഈ ഫയർ ഹോൾ വാട്ടർഫോൾസ്. നമ്മൾ ഈ മാഡിസൺ റിവർ കുത്തി ഒഴുകി താഴോട്ടൊഴുകി വരുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഫയർ ഹോൾ വാട്ടർഫോൾസിൻ്റെ ആ ഒരു മനോഹരമായ ഒരു ആംബിയൻസ് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇത് ഈ പാറക്കെട്ടുകളുടെ സൈഡ് വഴി ആ ഒരു ചെങ്കുത്തായ ഒരു മലയാണ്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ താഴ്വാരത്തായിട്ടാണ് ഈ മാഡിസൺ റിവർ ഇവിടെ ഫയർ ഹോൾ വാട്ടർഫോൾസ് ആയിട്ട് മാറി വരുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ ജിയോ തെർമൽ ആക്ടിവിറ്റീസ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ മെയിൻ റോഡിൽ കൂടി ഡ്രൈവ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഈ യെല്ലോസ്റ്റോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വോൾക്കാനോസ്, നമ്മുടെ അഗ്നിപർവ്വതങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കാഴ്ചകളാണ് പല രീതിയിലുള്ള. ഇതുകൊണ്ടോ നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഈ സൈഡ് റോഡ് നോക്കിയേ, നമ്മളിപ്പോൾ ഈ വണ്ടി ഇരുന്നുകൊണ്ടാണ് ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഫൗണ്ടൻ പെയിന്റ് പോട്ട് ആ ഒരു തെർമൽ ആക്ടിവിറ്റിയിലോട്ട് പോകാനുള്ള വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാ ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇവിടെ പെറ്റ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ സിഗരറ്റ്, ഡ്രോണ്, ഫുഡ്, ഡ്രിങ്ക്, അതേപോലെ തന്നെ സാധാരണ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ ഇങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കോയിനൊക്കെ ഇടാറുണ്ട്. ആ പരിപാടിയൊന്നും നടക്കില്ല, കല്ലറിയിൽ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് പോവാം. സൈഡിൽ കണ്ടോ നമ്മൾ ഈ ഒരു കുമ്മായും ഒക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ ഇതുവഴി ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇതിനകത്ത് കിടക്കുന്ന തടിയൊക്കെയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ പെർമനന്റ് ആയിട്ട് ഇങ്ങനെ കുതിർന്ന് ദ്രവിച്ച് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മുന്നോട്ട് പോകുമ്പോൾ ആ പുറകിലായിട്ട് കാണുന്ന പുക കണ്ടോ, അവിടെ ആയിട്ടാണ് നമ്മൾ ഈ തെർമൽ ആക്ടിവിറ്റി അങ്ങോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക വെള്ളം കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ബാക്ടീരിയയും സൾഫറും ഒക്കെയാണ്. എൻ്റെ ഇങ്ങനെ ഫോഗ് പോലെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആ തിളച്ച് പൊങ്ങുന്നത് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മൾ അടുത്തൊരു തെർമൽ ആക്ടിവിറ്റി ഇതാ. നമുക്കിവിടെ ഈ ടെമ്പറേച്ചറൊക്കെ ഇവരെ ചെക്ക് ചെയ്യുന്നുണ്ട് തെർമൽ മെഷീൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഓരോരുത്തരത്തും അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇറങ്ങരുത് ഇറങ്ങരുതെന്ന് പറയുന്നത്. ഇത് കാരണം ഇതുണ്ടോ. ഈ വരുന്ന വഴിയിലൊക്കെ അവർ പറയുന്നുണ്ട് ഇവിടെ ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അത് ഹാംഫുള്ളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളിവിടെ കാണുന്ന ഈ ഫൗണ്ടൻ പെയിന്റ് പോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ ലാവ ഇവിടേക്ക് പൊങ്ങി വരുന്നത് എന്നുള്ള ഒരു പടം കൊടുത്തിട്ടുണ്ട്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാകാൻ പറ്റും. ഇതൊരു മഡ് പോട്ട് പോലാണ് ഈ ഫൗണ്ടൻ പെയിന്റ് പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിതാ ഈ ഒരു സ്ക്രീൻ നിങ്ങളെ കാണിക്കാം. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ തരത്തിൽ ഇതാ ഈ ഭൂമിയുടെ താഴേന്ന് ഇത് പൊങ്ങി ഇങ്ങനെ മുകളിലേക്ക് വരും. ഇതൊരു മഡ് വോൾക്കാനയാണ്. അതിങ്ങനെ ചള്ള ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ നമ്മൾ കാണുന്നുണ്ട്. കുമിളകൾ വന്നിട്ട് ഒരു വിയേർഡായിട്ടുള്ളൊരു സൗണ്ട് അതിനകത്തുനിന്ന് വരുന്നുണ്ട്. സൾഫറിൻ്റെ സ്മെല്ലും ഉണ്ട്. ഇതാണ് നമ്മൾ അടുത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഇതല്ല, ഇതിൻ്റെ മിക്ക വലിയ കാഴ്ചകൾ ഇനി വരുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് പോവാണ്.
ഈ വരുന്ന വഴികളിലൊക്കെ ഇത് തന്നെയാണ് ഗൈസ്. ഇതുണ്ട് ഒരു ചെറിയൊരു കഴുതിയാണ്, അതിനകത്തൂടെ ഇങ്ങനെ പോകുക. ഞങ്ങൾ എവിടെ നോക്കിയാലും ഇതുപോലുള്ള പരിപാടികൾ കാണാറുണ്ട്. പക്ഷേ ഈ വലുത് മാത്രമാണ് ഇവർ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും തെർമൽ ആക്ടിവിറ്റിയാണ് ഇവിടെ. ഇവിടെ നമ്മൾ കാണുന്നതാണ് തൊട്ടടുത്ത് ഇതുണ്ട്, ഇങ്ങനെ വെള്ളവും പുകയും എല്ലാം കൂടെ ആയിട്ടാണിത്. ഇവിടെ എല്ലാം ഒരു സൾഫറിൻ്റെ മണമാണ് ഗൈസ്, ഇങ്ങനെ വരുന്നുണ്ട് നന്നായിട്ട്. ഇതാ നമ്മുടെ ആ ഒരു വലിയ വോൾക്കാന ആക്ടിവിറ്റിയാണ്. സൗണ്ട് കൂടെ കേൾക്കുമ്പോഴാണ് ഈ ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. നമുക്ക് ഈ ഒരു തിരമാലയൊക്കെ അടിച്ചു കയറത്തില്ലേ, ഈ പാറക്കെട്ടിലൊക്കെ തല്ലേ, അതുപോലെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇത് ശരിക്കും ഒരു ജെറ്റ് പമ്പ് പോലെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെയാണ് ഈ വെള്ളത്തിൻ്റെ കൂടി ഈ പുകയുടെ വരുന്നത് കേട്ടോ. അതിലേക്ക് ആ സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്ക് വേറൊരു ഫീലാണ്. നമ്മൾ ഈ കാണുന്ന ഈ കുഴികൾക്കകത്തുനിന്ന് ഈ സൾഫർ പോലുള്ള കെമിക്കൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എൻ്റെ പേര് ജെറ്റ് എന്നാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഒന്നും ഇല്ലെന്നില്ല, എൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ചിരുന്നു. ഇതാ രഞ്ജിനിയുടെ മുഖത്തൊക്കെ വരെ അതിൻ്റെ ആ ഒരു ഇത് വേണ്ടിയിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇത് ഇവിടെ ആയിട്ട് വന്ന് വീണാണ് ആ സൾഫർ പോലത്തെ സാധനം. ഈ ലെവൽ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് വരുന്നു. അത് പല രീതിയിൽ, പല സൗണ്ടിൽ, പല സ്റ്റൈലിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഇതാ ഇങ്ങനെ ആ ഒരു സൗണ്ടൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. ഇപ്പം എന്തായാലും ഒരു 1-2 സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കണം. അത് എടുക്കാം സിവിലി. ഇതാ അടുത്തത് പൊട്ടിത്തെറിക്കുന്നത് ഗൈസ്. ഈ ഒരു സാധനം ഇതിവിടുന്ന് പൊട്ടിത്തെറിച്ചിട്ട് ജെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ജെറ്റ് പോലെ പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്തോട്ടൊക്കെ ഇതിൻ്റെ വെള്ളം വരും. എല്ലാ സമയവും ഇതുണ്ടോ ഇങ്ങനെ പമ്പ് ചെയ്ത് എല്ലാ വശത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സാധനം കേട്ടോ. കൊള്ളാം കൊള്ളാം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ യെലോസ്റ്റോൺ നാഷണൽ പാർക്കിന്റെ കിടു കാഴ്ചകളായിട്ട് നമ്മൾ ഉടനെ അടുത്ത വീഡിയോയിൽ എത്തുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ, സീ യു.